നമസ്കാരം. നമുക്ക് 28-ാം തീയതി വൈകുന്നേരം 5 മണി കൊണ്ട് നമ്മളുടെ എഡിറ്റ് അഥവാ തിരുത്ത് അവസാനിക്കുകയാണ്. അപ്പം തിരുത്തിനിടയിൽ ഒരുപാട് സംശയങ്ങൾ ചോദിച്ച 1-2 വിഷയങ്ങൾ മാത്രം ഇവിടെ സംസാരിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ചില കുട്ടികൾ എഡിറ്റ് കൺഫേം ചെയ്തു പോയി കഴിഞ്ഞപ്പോഴാണ് ഓപ്ഷൻ ഒന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള കുട്ടികളായി എഡിറ്റ് ബട്ടൺ അമർത്തി അത്യാവശ്യ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്തു. അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂള് താഴെ കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എഡിറ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം ഞാനിത് ചെയ്തു നോക്കിയപ്പോഴുള്ള മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരിക്കൽ എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അത് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എഡിറ്റ് ബട്ടൺ കാണുകയില്ല. നമ്മൾ ഒരിക്കൽ എഡിറ്റ് ചെയ്തു, ആ ബട്ടൺ അമർത്തി നമ്മൾ ആവശ്യമുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനുശേഷം ഓരോ സ്റ്റേജും നമ്മൾ സബ്മിറ്റ് ചെയ്ത് അവസാനം ഫൈനൽ കൺഫർമേഷൻ നടത്തിയതിന് ശേഷമാണ് മനസ്സിലാകുന്നത് ഒരു കാര്യം കൂടി എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അത് നടക്കില്ല. ഒരിക്കൽ എഡിറ്റിങ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതൊരിക്കൽ എഡിറ്റിങ് കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇനി ചില കുട്ടികൾ എഡിറ്റ് ബട്ടണിൽ അമർത്തി കഴിഞ്ഞിട്ട് എഡിറ്റ് ചെയ്തില്ല, ഞാൻ ബാക്കോട്ട് അടിച്ചു പോയി എന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ള കുട്ടികൾ എഡിറ്റിങ് വെറുതെ പ്രസ് ചെയ്തു, അമർത്തി, അല്ലെങ്കിൽ ബോധപൂർവം എഡിറ്റിങ്ങിൽ അറിയാതെ എഡിറ്റ് ബട്ടൺ എൻ്റെ കൈ തട്ടി ഒന്ന് അമർന്നു. ഇങ്ങനെയുള്ള കുട്ടികൾ നമുക്ക് എഡിറ്റ് ചെയ്യാതെ ഒരു ഫൈനൽ കൺഫർമേഷൻ നടക്കാതെ ഇരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളുടെ അപ്ലിക്കേഷൻ എടുത്ത് നമ്മൾ എവിടെ എത്തുക, ഈ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പേജിലെത്തും. ആ ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ പേജിൽ കാണുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് ഏറ്റവും മുകളിൽ കാണാം. സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് ഒന്നുകിൽ യു ഹാവ് ഗോട്ട്, കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നായിരിക്കും. അല്ലെങ്കിൽ കിട്ടാത്തവർക്കാണെങ്കിൽ എങ്ങനെ കാണും, സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് നമുക്ക് അവിടെ കാണാം. ആ പേജിൻ്റെ ഏറ്റവും താഴെ ഇടതുഭാഗത്തായിട്ട് ലിങ്ക് എന്ന് പറഞ്ഞിട്ട് 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3 ഓപ്ഷൻസ്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഇതൊക്കെയാണ്. ഒന്നാമത് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട്, രണ്ടാമത്തത് എഡിറ്റ് ആപ്ലിക്കേഷൻ, ഒന്നാമത്തത് ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട്, രണ്ടാമത്തത് എഡിറ്റ് ആപ്ലിക്കേഷൻ, മൂന്നാമത് പ്രിന്റ് ആപ്ലിക്കേഷൻ. 3 കാര്യങ്ങൾ അവിടെ കാണാം. ഇതിൽ ഒന്നാമത്തെ ഒരിക്കൽ കൂടി പറയാം, നമ്മളുടെ ട്രയൽ അലോട്ട്മെന്റ് എത്തി നിൽക്കുന്ന സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റിൽ നമ്മൾ കാണുന്ന ഒന്നുകിൽ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് നമുക്ക് കിട്ടിയിട്ടുള്ളവർക്ക് കാണാം. അല്ലാത്തവർക്ക് അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിലേക്ക് പോകുമ്പോഴാണ് ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ കാണുന്നത്. അല്ലാത്തവർക്ക് സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് എന്ന് കാണാൻ കഴിയും. ആ പേജിൻ്റെ ഏറ്റവും താഴെ ഇടത്തുമൂലയിലായിട്ട് 3 കാര്യങ്ങൾ നമുക്ക് കാണാം. ഒന്നാമത് കാണുന്നത് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് എന്നാണ്. അത് നമ്മൾ അടുത്ത ട്രയൽ അലോട്ട്മെന്റ് ഏത് സ്കൂള് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കിട്ടും. രണ്ടാമത് കാണുന്നത് എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ബട്ടൺ കാണാം. മൂന്നാമത്തെ ബട്ടൺ നമ്മൾ എന്താണ്, പ്രിന്റ് ആപ്ലിക്കേഷൻ കാണാം. 3 കാര്യങ്ങൾ നമുക്ക് അവിടെ കാണാം. അപ്പൊ ഇതിൽ ഫൈനൽ കൺഫർമേഷൻ നടന്നിട്ടില്ല എങ്കിൽ മൂന്നാമത്തെ പ്രിന്റ് ആപ്ലിക്കേഷൻ നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് തിരിച്ചറിയാനുള്ള മാർഗം. ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ല എങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, മൂന്നാമത്തെ കാര്യമായ പ്രിന്റ് ആപ്ലിക്കേഷൻ കാണാൻ കഴിയില്ല. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നമ്മൾ അത്തരം കുട്ടികൾ, അപ്പോൾ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവം കാണാൻ കഴിയാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരിക്കൽ കൂടി നമ്മളിത് എഡിറ്റ് ചെയ്തവരെ സംബന്ധിച്ച് മാത്രമാണ് കേട്ടോ.
എഡിറ്റിങ് ആവശ്യമില്ലാത്ത കുട്ടികളുണ്ടാവും, എഡിറ്റ് ചെയ്യാത്ത കുട്ടികളുണ്ട്, തീരെ തൊടാത്ത കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് ഇത് ബാധകമല്ല. ആ കുട്ടികൾക്ക് ഈ 3 എണ്ണവും കാണാം, അതവിടെ നിന്നോട്ടെ. ഏതൊക്കെ കാണാം? ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട് കാണാം, എഡിറ്റ് ആപ്ലിക്കേഷൻ കാണാം, പ്രിന്റ് ആപ്ലിക്കേഷൻ കാണാം. ഈ 3ഉം കാണാം. പക്ഷെ നമ്മൾ അതിലൊന്നും ചെയ്യണ്ട. ഇനി എഡിറ്റിങ് അറിയാതെ നടത്തിപ്പോയ കുട്ടികളും എഡിറ്റ് കൈതട്ടിപ്പോയ കുട്ടികളും വെറുതെ ഞെക്കിയവരും ഒക്കെ ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ വെറുതെ അമർത്തിപ്പോയി ഇനി ഫൈനൽ കൺഫർമേഷൻ കൊടുത്തില്ല എങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു ടെൻഷനുള്ള കുട്ടികളുണ്ട്. അത്തരം കുട്ടികൾ, അറിയാതെ കൈതട്ടിപ്പോയവരും ബോധപൂർവം ഒന്നും ഞെക്കിയിട്ട് ഒന്നും ചെയ്യാത്തവരും, ആ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് ഓർമ്മിക്കുക. അത് ആദ്യം നമ്മൾ അറിയാതെ കൈതട്ടുകയോ എഡിറ്റ് ബട്ടണിൽ അറിയാതെ കൈതട്ടുകയോ ബോധപൂർവം വെറുതെ ഒന്ന് ഞെക്കിപ്പോവുകയോ ചെയ്ത കുട്ടികൾ എന്ത് ചെയ്യണം? ആ കുട്ടികൾ ഫൈനൽ കൺഫർമേഷൻ നടത്തണം. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ നടത്തിയിട്ടില്ല എന്ന് തിരിച്ചറിയാനുള്ള മാർഗം എന്താണ്? ആ മാർഗമാണ് ഞാൻ പറഞ്ഞത്. ഈ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് എന്ന് പറയുന്ന ആ പേജിൽ നമ്മൾ ട്രയൽ അലോട്ട്മെന്റ് എടുത്ത് പോയി ആ പേജിൽ എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും മുകളിൽ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് എന്നാണ് കാണുക. അവിടെ നമുക്ക് എന്തുണ്ടാവും? കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ്, അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെന്റ്. ഈ കിട്ടിയവർക്ക് താഴെ, ആ പേജിന്റെ താഴെ ഇടതു മൂലയിൽ 3 കാര്യങ്ങൾ കാണാം. ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട്. എന്താ ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ട്? അതിൽ അമർത്തി കഴിഞ്ഞാൽ അടുത്ത പേജിൽ നമുക്ക് കിട്ടിയ സ്കൂള്, കോമ്പിനേഷൻ, ഇതെല്ലാം ഉണ്ടാവും. രണ്ടാമത് കാണുന്നത് എഡിറ്റ് ആപ്ലിക്കേഷനാണ്. മൂന്നാമത് കാണുന്നത് പ്രിന്റ് ആപ്ലിക്കേഷൻ. ഈ ഫൈനൽ കൺഫർമേഷൻ നടന്നിട്ടില്ല എങ്കിൽ നമുക്ക് പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന മൂന്നാമത്തെ സംഗതി അവിടെ കാണില്ല. തിരിച്ചറിയാനുള്ള മാർഗമാണ്. അപ്പോൾ കൺഫർമേഷൻ നടന്നിട്ടുണ്ടോ, ഫൈനൽ കൺഫർമേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗമാണ് ഞാൻ പറയുന്നത്. മൂന്നാമത്തെ കാര്യമായ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സംഭവം അവിടെ കാണില്ല. ഏത് വിഭാഗക്കാർക്ക്? ഫൈനൽ സബ്മിഷൻ നടത്തിയിട്ടില്ലാത്തവർ. അത്തരം കുട്ടികൾ എന്ത് ചെയ്യുക? നിങ്ങൾ എഡിറ്റ് ഓപ്ഷൻ ഒരിക്കൽ കൂടി പ്രസ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും സംഗതികൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ചേർക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിവാക്കാനുണ്ടെങ്കിൽ ഒഴിവാക്കുക. ഓപ്ഷൻസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ താത്തിയിടുകയോ മുകളിലോട്ടിടുകയോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുകയോ ഒഴിവാക്കുകയോ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇത് ചെയ്യുക. ഓരോ സ്റ്റെപ്പുകളും സബ്മിറ്റ് ചെയ്യുക. അവസാനം ഫൈനൽ കൺഫർമേഷൻ നടത്തുക. അങ്ങനെ ഫൈനൽ കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ ഈ 3 കാര്യങ്ങളിൽ ലാസ്റ്റ് പറഞ്ഞ പ്രിന്റ് ആപ്ലിക്കേഷൻ അവിടെ ഉണ്ടാവും. അന്നേരം എന്നുണ്ടാവില്ല? രണ്ടാമത്തെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് അവിടെ ഉണ്ടാവില്ല. ഫൈനൽ കൺഫർമേഷൻ നടന്നു കഴിഞ്ഞാൽ രണ്ടാമത്തെ ലിങ്കായ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് അവിടെ ഉണ്ട്. അതാണ് കുട്ടികൾ പറയുന്നത്, എഡിറ്റ് ആപ്ലിക്കേഷൻ, എഡിറ്റ് ബട്ടൺ കാണുന്നില്ല സാർ. ഒരിക്കൽ കൂടി ഒരിക്കൽ നോക്കി അത് കൺഫേം ചെയ്തു, പിന്നെ ഒന്നുകൂടെ മാറ്റാൻ നോക്കുമ്പോൾ സാർ എഡിറ്റ് ബട്ടൺ കാണുന്നില്ല. അപ്പോൾ എഡിറ്റ് ബട്ടൺ കാണില്ല. കാരണം എന്താ? ഒരിക്കൽ മാത്രമേ ഇത്തരത്തിൽ എഡിറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ. രണ്ടാമതൊരിക്കൽ എഡിറ്റിങ് നടക്കില്ല. ഒരുപാട് പേര് ഈ സംശയം ചോദിച്ചതുകൊണ്ടാണ് ഞാനിതൊരു പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. ഇനി അത്തരം കൈതട്ടുകയോ എഡിറ്റ് ബട്ടണിൽ ബോധപൂർവ്വം ഒന്ന് ഞെക്കിയിട്ട് ഓടിപ്പോയവരൊക്കെ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് പരിശോധിക്കുക. ആ പേജ് എടുക്കുക. അതിൻ്റെ ഏറ്റവും താഴെ 3 കാര്യങ്ങളുണ്ടാവും. ഒരിക്കൽ കൂടി വീണ്ടും ഞാൻ പറയാണ്, താഴെ 3 കാര്യങ്ങളുണ്ടാവും. ഏത്? സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെന്റ് കാണിക്കുന്നതിൻ്റെ ആ പേജിൻ്റെ ഏറ്റവും താഴെ 3 ലിങ്ക് ഉണ്ടാവും. ആ 3 ലിങ്ക് ട്രയൽ അലോട്ട്മെന്റ് റിസൾട്ടാണ് ഒന്നാമത്തത്, രണ്ടാമത്തെ എഡിറ്റ് ആപ്ലിക്കേഷനാണ്, മൂന്നാമത്തെ സംഗതി പ്രിന്റ് ആപ്ലിക്കേഷനാണ്. ഇതിൽ കൺഫർമേഷൻ നടന്നിട്ടില്ല എങ്കിൽ, ഇപ്പോഴും നിങ്ങളുടെ ആപ്ലിക്കേഷൻ കൺഫർമേഷൻ നടക്കാതെ കിടക്കുകയാണെങ്കിൽ പ്രിന്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക് അവിടെ കാണില്ല. അത്തരക്കാർ എല്ലാ സ്റ്റേജുകളും സബ്മിറ്റ് ചെയ്ത് ഫൈനൽ കൺഫർമേഷൻ നടത്തുക. ഫൈനൽ കൺഫർമേഷൻ നടത്തി കഴിഞ്ഞാൽ എന്തും കാണില്ല, പ്രിന്റ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ നടുവിലുള്ള എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ലിങ്ക്, ആ ബട്ടൺ ഇല്ലാതെയാവും, കാണാതെയാവും. അപ്പോൾ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്ന ബട്ടൺ കാണാതെ ആകണം എന്നുള്ളതാണ് സത്യം. ഏത്? തിരുത്തിയവർക്ക്. തിരുത്താത്തവർക്ക് ഈ 3 അവിടെ തന്നെ കിടക്കും. നമ്മളതിൽ തൊടണ്ട. ആവശ്യമില്ലാത്തവരും തൊടണ്ട.
തിരുത്തേണ്ടാത്തവർ ഇവരൊക്കെ ഉണ്ട്. അവരൊന്നും ആ 3 എണ്ണത്തിലും നമുക്ക് ഈ എഡിറ്റ് ആപ്ലിക്കേഷനിലൊന്നും തൊടേണ്ട ആവശ്യമില്ല. അവർക്ക് എന്തുമാത്രം തൊട്ടാൽ മതി? ശരിക്കും വേണമെങ്കിൽ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എടുക്കാം, അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് മാത്രം നോക്കിയാൽ മതി. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നാണ് അഭിപ്രായം. ഇപ്പോഴും സമയം പോയിട്ടില്ല. ഇനിയും 28-ാം തീയതി വൈകുന്നേരം 5 മണി വരെ ഈ അപ്ലിക്കേഷനിലൊക്കെ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പ്രിയപ്പെട്ട കുട്ടികളൊന്ന് പരിശോധിക്കണം. ആവശ്യമില്ലാത്തതിൽ നമ്മൾ ഞെക്കരുത്, ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാക്കരുത്. നിങ്ങൾ എല്ലാ ദിവസവും ടെൻഷൻ അടിക്കുന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കാണുന്നത്. വളരെയധികം ടെൻഷനില്ല പലരും. ഓപ്ഷൻ മാറിക്കൊടുത്തു പോയി, സംസ്കൃതം പഠിക്കാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തുപോയ കുട്ടികളുണ്ട്. എന്നിട്ട് കൺഫേം ചെയ്തു പോയി. ഒന്നും ചെയ്യാൻ കഴിയില്ല. 28, 29 എന്നൊക്കെ പറയുന്ന ഓപ്ഷൻ കോഴ്സ് കോഡിൽ 28ാമത്തെ കോഡ് 29ാമത്തെ കോഡും ഒക്കെ കൊടുത്തുപോയ കുട്ടികളുണ്ട്. വെറുതെ അങ്ങ് കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ കോമ്പിനേഷൻ നോക്കുമ്പോൾ സംസ്കൃത സാഹിത്യമൊക്കെയാണ് ഒരു വിഷയം. അപ്പോൾ സംസ്കൃതം പഠിക്കാത്ത കുട്ടികളാണ് അവിടെ സംസ്കൃത സാഹിത്യം പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം എന്നൊരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.